ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി വെച്ച് കാരണം ഇപ്പോൾ ഫ്രെയിമിലൊന്നും കൊള്ളണില്ല. ഏത് ഏങ്കിളിലാണ് ഫോൺ വെക്കണമെന്ന് അറിയണില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമിൽ കൊള്ളാത്ത കാരണം. പിന്നെ തടിയല്ലേ, എന്തായാലും ഡെലിവറി കഴിയുമ്പോൾ കുറേ നീരായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ അങ്ങോട്ട് കുറഞ്ഞോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള കാരണം കേട്ടോ പറയണത്. ഫസ്റ്റത്തേന് എനിക്ക് ഇതേപോലെ ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെയാട്ടോ എനിക്ക് വെയിറ്റ് മൊത്തം ഒരു വിധം എന്താ പറയുക 75 കിലോന്ന് ഞാനൊരു 49 കിലോ വരെ എത്തിയത് ഒന്നും ചെയ്യാണ്ട് ഞാൻ. അപ്പോൾ ഇതിലും എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ കുറയുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി തടിച്ചൂലോ എന്ന് ചോദിച്ചാൽ വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടാ, കുറഞ്ഞോളൂ, അത്ര തന്നെ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം മെയിൻ പ്രശ്നം പറഞ്ഞാൽ ക്യാമറയിൽ കുറച്ച് നീങ്ങി തലവും ഫുള്ള് കൊള്ളുള്ളൂ എന്ന് മാത്രം. അപ്പോൾ എന്താ വെച്ചാൽ വിശേഷം, എൻ്റെ വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ഒരാഴ്ചയായിട്ട് പോയി കിടക്കായിരുന്നു കേട്ടോ, സ്ട്രൈക്ക് കിട്ടി കിടക്കായിരുന്നു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ ശിവേരെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് സെയിം സാധനം എന്താ പറയുക, സെയിം സാധനം ഞാൻ കുറേ ആൾക്കാർ ഇട്ടിങ്ങനെ കണ്ടിരിക്കുന്നു. അവരിട്ടപ്പോഴൊന്നും അവർക്ക് യൂട്യൂബൊന്നും അടിച്ചു പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ അപ്പം എൻ്റെ യൂട്യൂബ് അടിച്ചു പോയി. പിന്നെ ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഇതോടുകൂടി പോയി. 2.5 കൊല്ലമായിട്ട് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 2.5 കൊല്ലത്തെ എൻ്റെ എഫേർട്ട് മൊത്തം കംപ്ലീറ്റ് ഒറ്റൊരു വീഡിയോയിൽ പോയി എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോഴാണ് ഇതാ 1 വീക്ക് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീണ്ടും കിട്ടിയിരിക്കണം. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൈം ഇനിയും ഒരു 3 മാസം കൂടി കിടക്കണം. പിന്നെ നമുക്ക് ഇൻകം കിട്ടി തുടങ്ങിയവരൊക്കെ ആകുമ്പോൾ ഇൻകം ഒന്നും കിട്ടാണ്ടാവും ഇങ്ങനത്തെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കെടുക്കുമ്പോൾ. നമുക്ക് പിന്നെ അവക്ക് ഇപ്പം സാധനങ്ങളൊന്നും കിട്ടാത്ത കാരണം നമുക്ക് ആ ടെൻഷനില്ല. പിന്നെ കുറേ പേരൊക്കെ സംശയമാണ് എത്ര യൂട്യൂബിൽ നിന്ന് എനിക്ക് വല്ലാണ്ട് ഇൻകം കിട്ടി തുടങ്ങി എന്നൊക്കെയാണ് ചിലവരെ സംശയം. എനിക്കൊരു മാങ്ങാത്തോലി സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കെന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അല്ലാണ്ട് ഇപ്പം എനിക്ക് ഒരു മാങ്ങാത്തോലിയും കിട്ടിയിട്ടില്ല. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത്രയും കുറച്ചൊക്കെ ആയല്ലോ, അതേപോലെ തന്നെ കുറേ അധികം വീഡിയോ ഒക്കെ ആയല്ലോ. അപ്പോൾ എന്തായാലും നല്ല കാശൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും ചിലവരുടെ വിചാരം കേട്ടോ. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങളും എനിക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ വീഡിയോസ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ആയാലും ഡെയിലി അല്ലെങ്കിൽ മാക്സിമം ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇടാറുണ്ട്. അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും യൂട്യൂബിൽ നിന്ന് ഒന്നും ഒരു സാധനം എനിക്ക് കിട്ടണില്ല കേട്ടാ. പിന്നെ ഇപ്പോൾ ഒരാഴ്ച ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടിയ കാരണമാണ് 1 വീക്കായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോണിൽ വെള്ളമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 വീക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ട്രൈക്കൊക്കെ മാറി, ഫോണൊക്കെ അല്ല യൂട്യൂബൊക്കെ പിന്നെയും കിട്ടിയിട്ടാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളം പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോണിലേക്കാവും. അപ്പോൾ എന്താ അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടാം. അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണം. അതേപോലെ തന്നെ വേറെ ഒരു അർജൻറ്റായിട്ടുള്ള സംഭവമാണ് പേര്. ബേബിക്കുള്ള പേരാണ്. ആദ്യത്തെ ശിവേരെ പേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് മുൻപേ തന്നെ ആണാണോ പെണ്ണാന്ന് അറിയില്ല, ആണായാലും പെണ്ണായാലും ഒരു പേര് എൻ്റെ മനസ്സിൽ സജഷൻ എനിക്ക് ഫിക്സഡ് ആയിരുന്നു, ഇന്ന പേര് ഇടാം എന്നുള്ളത്. അപ്പം അതിലൊരു ഇതുണ്ടായിരുന്നില്ല, ഫിക്സഡ് ആയിരുന്നു. ആണാണെങ്കിൽ ഇത്, പെണ്ണാണെങ്കിൽ ഇത്, അങ്ങനെ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഇതിൽ എനിക്ക് പേര് എൻ്റെ തല മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് പേരിടും എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. അതും ടി ആണ് ഫസ്റ്റത്തെ. ശിവേരെ പേര് തൃശ്ശിവ്. പിന്നെ രണ്ടാമത്തെ ആളുടെ പേര് ഞാൻ എന്ത് പേരിടും എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. ടി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേരിൻ്റെ ഫസ്റ്റത്തെ അക്ഷരം ലാസ്റ്റത്തെ അക്ഷരം അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. ഫസ്റ്റ് പേരിലായാലും ഇപ്പം രണ്ടാമത്തേലായാലും അങ്ങനെ എടുക്കണമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ടി വെച്ചിട്ടൊരു പേര് കിട്ടണം. ആണായാലും കിട്ടണം, പെണ്ണായാലും കിട്ടണം. അപ്പോൾ ഇനി എൻ്റെ ഡിയർ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് ഒരു പേര് സജഷൻ, പേര് നിങ്ങളെ അറിവിൽ ടി വെച്ചിട്ട് നല്ല നല്ല പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് നല്ല പേര്, നമുക്ക് ഇഷ്ടപ്പെട്ട പേര് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വായിക്കിടാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അധികം സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ കേട്ടോ. ഡ്യൂ ഡേറ്റ് ഞാൻ കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഷുഗർ ഇപ്പോഴും ചെറിയ രീതിയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ട് ഇൻസുലിൻ അങ്ങനത്തെ സ്റ്റേജൊന്നുമല്ല. അന്ന് ഷുഗർ എനിക്ക് 200 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇൻസുലിൻ കുത്തിയിരുന്നത്. ഇപ്പം എന്തായാലും അത്രയൊന്നും ഇല്ല, എനിക്ക് 100 സംതിങ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ ചെറിയ രീതിയിൽ നിൽക്കുന്ന കാരണം ഇപ്പോൾ ഇന്ന ഡേറ്റിലായിരിക്കും എനിക്ക് ഡെലിവറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ശിവയ്ക്ക് 37ാമത്തെ ആഴ്ചയും 2ാമത്തെ ദിവസമായിരുന്നു ശിവേരെ ഡെലിവറി. ഇൻസുലിൻ കുത്തിയായിരുന്നു. അതുകൊണ്ട്
ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഇൻസുലിൻ കുത്തണില്ല, ഷുഗർ എന്നാൽ ചെറുതായിട്ടുണ്ട് താനും. അപ്പം എത്രത്തോളം എന്നായിരിക്കും ഡെലിവറി എന്നുള്ളത് കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ആഴ്ച ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചല്ല ഓൾമോസ്റ്റ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തിട്ടില്ല, സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ചിലത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പിൽ ഇങ്ങനെ ലാഭം നോക്കിയിട്ട് ഷോപ്പിൽ കാട്ടും ലാഭം നമുക്ക് ചിലപ്പോൾ ഓൺലൈനായിരിക്കും. അപ്പോൾ ഓൺലൈനിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വന്നിട്ടുണ്ട്, ചിലതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-2 സാധനങ്ങൾ കൂടി ഇനി വരാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി വലിയ താമസമൊന്നുമില്ല. ഇനി എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ വരേണ്ടി വരികയെന്നറിയില്ല. അപ്പം മഴക്കാലമായ കാരണം നമുക്ക് ഇനി ഏതാണെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. മഴക്കാലമാണ്, വീടിൻ്റെ അവിടെ വെള്ളം നിൽക്കും. എങ്ങനെ പ്രസവിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകും എന്ന കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ആയാലും അതെ, എൻ്റെ വീട്ടിലായാലും അതെ, എവിടെ ആയാലും വീട്ടിലേക്ക് വെള്ളം കയറിയില്ലെങ്കിലും റോഡിൽ വെള്ളമായിരിക്കും എന്തായാലും. അപ്പം നമ്മൾ റോഡിൽ വെള്ളം കയറിയാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റണ്ടേ, വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകട്ടാ. പിന്നെ എന്തായാലും അവിടുന്ന് പിന്നെ അധികമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഡെലിവറിക്ക്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ സി യു പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകട്ടാ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം ബാക്കി എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ പാക്കിങ്ങും വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് എടുക്കുന്നത് വിചാരിക്കുന്നത്. പിന്നെ ഡെലിവറി ആയ കാരണം ഞാൻ ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഡെലിവറിയുടെ കേസായ കാരണം ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ ഞാൻ പ്ലാനിങ് വെച്ചാലും ചിലപ്പോൾ നടക്കാമെന്നില്ല. ഡെലിവറി ആണല്ലോ. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓൾറെഡി എല്ലാ സാധനങ്ങളും, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഞാൻ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് ഒരു ഐഡിയ ഉണ്ടാകുന്നില്ല കേട്ടോ. പിന്നെ കുറേ ഉണ്ണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അമ്മേനെ വാങ്ങിയിട്ട് കഴുകി വയ്ക്കുകയൊക്കെ ചെയ്തു. ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും ചേട്ടനും പോയിട്ട് കൂടിയിട്ട് തന്നെയായിട്ട് വാങ്ങിയതൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ആദ്യത്തെ പിന്നെ ഫസ്റ്റത്തെ കാരണം ഒരു ഐഡിയ ഉണ്ടാകുന്നില്ല എന്താ ഏതാണെന്ന്. ഇപ്പോഴത്തെ പിന്നെ കുറച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറേയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വെക്കണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബാഗ് പാക്ക് ചെയ്യണ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. എനിക്ക് ടീ വെച്ചിട്ടൊരു പേരാണ് വേണ്ടത്. അതിന് എൻ്റെ മനസ്സിലും എൻ്റെ തലയിലൊന്നും ഒരു ടീ വെച്ചിട്ടൊരു പേര് ഫസ്റ്റത്തേക്ക് സെറ്റായ പോലെ എനിക്ക് സെറ്റാവണില്ല. അപ്പോൾ ഒരു ടീ വെച്ചുള്ള പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ നല്ല പേരാണെങ്കിൽ എനിക്കത് ഹോസ്പിറ്റലിൽ കൊടുക്കാമല്ലോ. ശിവയ്ക്ക് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം പേരൊക്കെ സെറ്റായിരുന്നു. പേരൊക്കെ ഓൾറെഡി എനിക്ക് മനസ്സിൽ ഇന്ന പേര് ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കൺഫേം തന്നെയായിരുന്നു പേര്. എന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞാൻ കൊടുക്കാണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് 90 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പേര് കൊടുക്കേണ്ടത് നമ്മൾ. അത്രേ ഉള്ളൂ. അത് നമ്മൾ മുനിസിപ്പാലിറ്റി പോയിട്ട് അത് ചെയ്യാക്കണം. ഹോസ്പിറ്റലാകുമ്പോൾ അത് കൈയോടുകൂടി അവരെന്നെ അങ്ങനെ ചെയ്ത് പൊക്കോളൂ കേട്ടോ. വലിയ വിഷമങ്ങളൊന്നുമില്ല, അങ്ങനെ പൊക്കോളൂ. ഇപ്പോഴത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിൽ തന്നെ പേര് കൊടുക്കണമെന്നാണ് വിചാരിക്കണേ. ആദ്യത്തെ പോലെ ആദ്യം പിന്നെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. ഇപ്പോൾ 2 ആൾ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ രണ്ടും അധികം ആയിട്ടില്ലല്ലോ മറ്റാളും. അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പേര് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പേരുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേരൊക്കെ ഞാൻ വെച്ച് കുറക്കണം ഗൂഗിൾ ചെയ്ത് നോക്കി. അങ്ങനെ എൻ്റെ ഒരു ഭാഗത്തു കൂടെ ഞാൻ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടനെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പേര് അങ്ങനെ നമ്മൾ പറഞ്ഞതൊക്കെ ഏകദേശം ആൾക്ക് ഓക്കെയാണ്. അങ്ങനത്തെ ആളെന്നെ കേട്ടോ. അങ്ങനെ ആൾക്ക് അങ്ങനെ സജഷനൊന്നുമില്ല. പിന്നെ എന്താ വല്ല പേര് പറയുകയാണെങ്കിൽ വല്ല ജാമ്പുവാൻ്റെ കാലത്തുള്ള പേരൊക്കെ മൂപ്പരാൾ പറയേണ്ടത്. അപ്പോൾ അതൊന്നും ഞാനിവിടെ ഏറ്റെടുക്കാറില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ടീ വെച്ചിട്ടുള്ള പേരുകൾ ഇങ്ങനെ ടീ വെച്ച പേരുകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ പറയണ്ട. അപ്പോൾ പേര് മറക്കണ്ട, ടീ വെച്ചിട്ടുള്ള പേരുകൾ അയക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വീഡിയോസൊക്കെ വരാൻ കിടക്കുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 32 വീക്കത്തെ സ്കാനിങ് ഉണ്ട്, അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് പോയ കാരണമാണ് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ പിന്നിൽ ഞാൻ 32 വീക്കിൻ്റെ പോയതിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നേക്ക് ബൈ.